ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല അല്ലേ ബിനോയ് വിശ്വം? തീരുമാനങ്ങളെ സംബന്ധിച്ച് പ്രതികരണമൊന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകിയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ഗസ്റ്റ് ഹൌസിലേക്ക് തിരിച്ചിട്ടുണ്ട്. നമ്മളും ഗസ്റ്റ് ഹൌസിലേക്ക് തിരിക്കുകയാണ്. ഗസ്റ്റ് ഹൌസിൽ എത്തിയ ശേഷം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രതികരണമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് മുന്നോട്ട് പോകണമെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്തു. കൂടുതൽ ചോദ്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് ആവർത്തിച്ച് ചോദിച്ചിരുന്നെങ്കിലും അദ്ദേഹം അത് സംബന്ധിച്ച് മറുപടി പറയാൻ തയ്യാറായില്ല. എന്തായാലും ഈ ഗസ്റ്റ് ഹൌസിലേക്ക് അദ്ദേഹം തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഗസ്റ്റ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ആരംഭിക്കും. ശരി ജോസി, ബിനോയ് വിശ്വം മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ? മറ്റേ മന്ത്രിമാരാരെങ്കിലും ഉണ്ടോ കൂടെ? VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻപേ അങ്ങോട്ട് പോയിട്ടുണ്ട്. P പ്രസാദ്, K രാജൻ ഉൾപ്പെടെയുള്ളവർ പുറകെ അവിടേക്ക് പോകുമെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയെ സംസ്ഥാന സെക്രട്ടറി കാണുമ്പോൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും തുടർന്ന് CPI നേതാക്കളും ഒക്കെയും ബിനോയ് വിശ്വത്തിനൊപ്പം മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് അറിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം ചർച്ചകൾ ആരംഭിക്കും. മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിൽ എത്തിയിട്ട് അരമണിക്കൂർ നേരമായി. 15 മിനിറ്റിനുള്ളിൽ തന്നെ അവിടേക്ക് എത്തി. അവിടെ എത്തിയ ശേഷം CPI നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ശരി, വിജിനിലേക്ക് ഒരിക്കൽ കൂടി. വിജിൻ, എന്തായാലും കൂടിക്കാഴ്ച അല്പസമയത്തിനകം നടക്കും. അവിടെ മുഖ്യമന്ത്രിയായാലും ബിനോയ് വിശ്വത്തെ ധരിപ്പിക്കാൻ പോകുന്നത് പദ്ധതിയിൽ ഒപ്പുവെച്ചേന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. വിദ്യാഭ്യാസ മേഖല വർഗീയവൽക്കരിക്കാൻ കാവ്യവൽക്കരണത്തിന് വിട്ടുകൊടുക്കില്ല. അതിൽ യാതൊരു തരത്തിലുള്ള ഫയൽ നീക്കവും ഉണ്ടാകില്ല എന്ന് തന്നെയല്ലേ ധരിപ്പിക്കുക? തീർച്ചയായും അത് തന്നെയാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPM കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി തന്നെയാണ് ഈ കാര്യങ്ങൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും വിശദീകരിച്ചത്. ഫയലിൽ ഒപ്പുവെക്കാനുള്ള ഒരു കാരണമായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇത്രയും വലിയൊരു തുക 1500 കോടിയോളം രൂപ അത് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും ഒരു സമ്മർദ്ദത്തിനും വഴങ്ങുന്നില്ല. ഈ SSK പദ്ധതിയിൽ ഉൾപ്പെടെയുള്ള ഫണ്ടാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ പണം നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒപ്പുവെച്ചതിന് പിന്നിലെ കാരണം എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല. ഉദ്യോഗസ്ഥർക്ക് ഫയലുകൾ നീക്കാനുള്ള ഒരു നടപടികൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം നൽകാം എന്ന് മുഖ്യമന്ത്രി തന്നെ യോഗത്തിൽ വ്യക്തമാക്കുകയായിരുന്നു. ഒപ്പം തന്നെയാണ് LDF യോഗം ചേർന്ന് വിശദമായി ഈ വിഷയം ചർച്ച ചെയ്യാമെന്നും ഉപസമിതിയെ വെച്ച് വേണമെങ്കിൽ ഇക്കാര്യത്തിലുള്ള പരിശോധന നടത്താം എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. ഒരു തരത്തിലും വിദ്യാഭ്യാസ നയത്തിൽ വെള്ളം ചേർക്കില്ല, കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്ന കാര്യം മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ തന്നെയായിരിക്കും CPIയെയും അറിയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഫോണിൽ ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി സംസാരിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ച കൂടി നടത്താം എന്നുള്ള കാര്യം ബിനോയ് വിശ്വത്തെ അറിയിക്കുകയും ഒപ്പം തന്നെ ബിനോയ് വിശ്വം ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അക്കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് മുന്നിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഈ ചർച്ചകൾ, അതായത് PM ശ്രീ വിഷയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്ന ചർച്ചകൾ അംഗങ്ങൾ നടത്തിയതെന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഇതിൽ പ്രധാനമായും കാണേണ്ടത് CPI മറ്റൊരു തരത്തിലുള്ള കടുത്ത നിലപാടിലേക്ക് എങ്ങനെ പോകും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കാരണം CPIക്ക് ഒന്നുകിൽ മന്ത്രിസഭയിൽ നിന്ന് പൂർണ്ണമായും മാറുന്ന ഒരു നിലപാടെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ LDF വിടുന്ന നിലപാടെടുക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ കണ്ടതിന് സമാനമായ രീതിയിൽ മന്ത്രിമാരെ യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന നടപടിയിലേക്ക് കടക്കേണ്ടി വരും. ഇതെല്ലാം കടുത്ത നടപടി തന്നെയാണ്. പക്ഷേ LDF വിടുക എന്നുള്ളത് CPIയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. മറ്റൊരു മുന്നണിയിലേക്ക് പോവുക എന്നുള്ളത് നിലവിൽ ഇടത് നയത്തിന് വിരുദ്ധമായി CPM നടപടി സ്വീകരിച്ചു. PM ശ്രീയിൽ അത്തരമൊരു നീക്കം നടത്തി എന്നുള്ളതാണ് CPI ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത്. നയവ്യതിയാനം ഉണ്ടായി എന്നതാണ്. നയപരമായ കാര്യങ്ങൾ LDFിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെയാണ് CPM തീരുമാനിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ LDFിൽ നിന്ന് വിട്ട് മറ്റൊരു നയത്തിന്റെ ഭാഗമാകാൻ എന്തായാലും CPIക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ. ഇനി ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ, നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ അതിൽ ആലോചന നടത്തി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ CPIക്ക് മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് തന്നെ പിന്മാറണമെങ്കിൽ അതിൽ മുഖ്യമന്ത്രി നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്, അതായത് സുപ്രീം കോടതിയല്ല കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യമാണ് നിലവിൽ സംസ്ഥാന സർക്കാരിനുള്ളത്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിനെ പറ്റി ഒരു പഠനം നടത്താൻ ഉപസമിതിയെ കൂടി വെക്കാം എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രി നൽകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് കടുത്ത നിലപാടുകളിലേക്ക് പോകുന്നില്ല, LDF ചേരട്ടെ, മറ്റു നടപടികൾ അതിന്റെ ഭാഗമായി നടക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ എത്താൻ കഴിയും. ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെങ്കിൽ മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കുകയോ അല്ലെങ്കിൽ യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയോ ചെയ്യുക എന്നുള്ള നിലപാടായിരിക്കും CPI സ്വീകരിക്കാൻ പോകുന്നത്. കൂടിക്കാഴ്ച അധികം വൈകാതെ ആരംഭിക്കും. 3:30 ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും
CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിൽ കാണാൻ പോകുന്നത്. PM ശ്രീയിൽ ആശങ്ക CPI അറിയിക്കും. അതിൽ നിന്ന് ഇനി അങ്ങോട്ട് ഒരു കൂട്ടുത്തരവാദിത്തമില്ലാത്ത സമീപനം, മുന്നണി മര്യാദാ ലംഘനം ഇനി ഉണ്ടാകില്ല എന്ന ഉറപ്പ് CPIക്ക് മുഖ്യമന്ത്രി നൽകും. അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാനിടയായ സാഹചര്യവും മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ ധരിപ്പിക്കുകയും ചെയ്യും. എന്തായാലും അതിനുശേഷമായിരിക്കും CPI നിലപാട് വ്യക്തമാക്കുക. വിജൻ വായാന്തോടും ജോസി ബാബുവുമാണ് വിവരങ്ങൾ നൽകിയത്.